കേസുകൾ കഴിയുന്നത്ര ശക്തമാക്കി അർജുനെ കഴിയുന്നത്ര കാലം അകത്ത് കിടത്തുക എന്ന ലക്ഷ്യമാണ് പോലീസിന്. അർജുൻ ആന്റിക്ക് അയാളുടെ പോസ്റ്റുകളിൽ കമന്റ് ഇട്ടവരെയും ലൈക്ക് അടിച്ചവരെയും ഒക്കെ പൂട്ടുമെന്ന് ADGP P. വിജയൻ പറഞ്ഞിരുന്നു. അത് എത്ര എളുപ്പമാണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ശ്രമിക്കുന്നതിനൊപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് കസ്റ്റഡിയിലായി ഇന്നലെ ജാമ്യത്തിലിറങ്ങിയ മറ്റൊരു കക്ഷിയുണ്ട്. അപ്പോ അയാൾക്ക് ലൈക്ക് അടിച്ചവരെയും അയാൾക്ക് അനുകൂലമായി കമന്റ് ഇടുന്നവരെ കൂടി കൂട്ടുന്ന കാര്യത്തിൽ ADGP P. വിജയൻ എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്ന് അറിയില്ല. ഇനി മാധ്യമം കണ്ടില്ലേ, TG മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ അടിമയായിട്ടുള്ള ഒരു നായിൻ്റെ മോനെ പോലീസ് പിടിച്ചിട്ട് ഇന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. നാളെ രാവിലെ ആയപ്പോൾ കൃത്യം ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ അങ്ങ് വിട്ടയക്കുന്നു. അയാളുടെ പ്രായത്തിനെ പരിഗണിച്ചുകൊണ്ടും അയാളുടെ അസുഖങ്ങളെ പരിഗണിച്ചുകൊണ്ടുമൊക്കെ അയാളെ അങ്ങ് വെറുതെ വിട്ട് കളഞ്ഞിരിക്കുകയാണ്. പക്ഷെ അർജുനായങ്കിയെ പിടിച്ചത് എന്തിനാണ്? അർജുനായങ്കി ചെറിയൊരു വിഷയം, അതായത് കേവലം ഒരു ചെറിയൊരു അധിക്ഷേപം പരാമർശം നടത്തി എന്നുള്ളത് തന്നെയാണ് അർജുനായങ്കി ചെയ്ത് തെറ്റും കേട്ടോ. അർജുനായങ്കി പക്ഷേ പൗരന്മാരെ അല്ല അധിക്ഷേപിച്ചത്, നമ്മുടെ ഈ സർക്കാരിനെയാണ്. ആ സർക്കാരിനെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ പണ്ട് എപ്പോഴോ ഉണ്ടായിരുന്ന ചില കേസുകൾ, കോടതി പോലും ജാമ്യം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പുറത്ത് വിട്ടിട്ടുള്ള അല്ലെങ്കിൽ വെറുതെ വിട്ടിട്ടുള്ള കേസുകളിൽ വീണ്ടും അവനെ പിടിച്ച് അകത്തേക്ക് ഇടുന്നത് എന്ത് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്തായിരിക്കാം, അല്ലെ എന്ത് ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കാം? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കാര്യം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പെണ്ണുപിടിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ബ്രോയിലർ കോഴി അല്ലേ? ഈ ബ്രോയിലർ കോഴി പല പെണ്ണുങ്ങളുമായിട്ടും പല ബന്ധമുണ്ടാക്കി ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള പരാമർശങ്ങളുമൊക്കെ നടത്തി. നമ്മളൊരു തവണ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവനെതിരെ വന്ന പെണ്ണുങ്ങളൊക്കെ അത് ഇവനെതിരെ കെട്ടിച്ചമച്ച കേസുകളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടല്ലേ അതിനെപ്പറ്റിയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നൊരു പെൺകുട്ടി കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവനെതിരെ കേസ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇവൻ പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവനെ നമുക്ക് മൂട് താങ്ങേണ്ട ആവശ്യകതയില്ല, അല്ല ഇവനെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇവൻ വെറും തോന്നിവാസമാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടിയുടെ ഗർഭചിത്രവും നടത്തിയിട്ട് പിണറായി വിജയനെതിരെ വലിയൊരു പ്രഹസനവുമായിട്ടല്ലേ വലിയ പ്രകടനവുമൊക്കെ ആയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ബ്രോയിലർ കോഴി, വീട്ടിൽ കയറി ഒളിച്ചിരിക്കുന്ന ബ്രോയിലർ കോഴി രംഗത്തേക്ക് വരുന്നത്. ഈ പിണറായി വിജയനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് RCക്ക് ചെയ്യാൻ സാധിച്ചു. RC അല്ല പിണറായി വിജയൻ, പിണറായി വിജയൻ അല്ല RC എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള മെഴുകലാണ് ഇവ മെഴുകുന്നത്. അർജുനായങ്കിയെ പിടിച്ചത്, ഞാൻ പറഞ്ഞു വരുന്നത്, അർജുനായങ്കിയെ പിടിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റിലെ ഒരാളെ പിടിക്കുക എന്നുള്ളത് പോലെ കണ്ടതുകൊണ്ടായിരിക്കാം നമ്മുടെ കോൺഗ്രസിന് വലിയ ത്വരയുണ്ടായിരുന്നത്. അർജുനായങ്കിയെ പിടിക്കുന്നതിൽ കൂടി അർജുനായങ്കിയുടെ കൂട്ടത്തിൽ പോസ്റ്റ് ഇട്ടവരെയും പിണറായി വിജയനെയും ഒക്കെ അങ്ങ് ഇകഴ്ത്തിക്കൊണ്ടും അപകീർത്തികരമാം വിധം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവർ ഈ പരിപാടി ചെയ്തതെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം പിണറായി വിജയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ ബന്ധം ഈ അർജുനായങ്കിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്തത്. പക്ഷേ അതിനെപ്പറ്റിയുള്ള അല്ലെ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് തൽക്കാലം അർജുനായങ്കിയെ പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. സ്ത്രീകളെ അപമാനിച്ച, നമ്മുടെ സ്ത്രീത്വത്തിനെ അപമാനിച്ച, നമ്മുടെ കേരളത്തിനെ അല്ല നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാരെ തന്നെ ഒന്നടങ്കം അപമാനിച്ച TG മോഹൻദാസിനെതിരെ കേസെടുക്കാനായിട്ടുള്ളൊരു വകുപ്പില്ല. ചുമത്തിയ കേസുകൾ നല്ല പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അല്ലെ പുറലോകം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കേസുകളാണെന്നൊക്കെ പറയുമ്പോഴും ഏതോ ഒരു ലൂപ്പ് ഹോളിൽ കൂടി രക്ഷപ്പെട്ടു പോയി എന്ന് നമ്മുടെ ഇന്നത്തെ ആരോഗ്യമന്ത്രി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ചില വാർത്തകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ ജാമ്യ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. പോലീസിന് വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. കണ്ടു വയ്ക്കോ. കണ്ടില്ലേ, TG മോഹൻദാസിനെ ഞങ്ങൾ കുടിക്കിയത് വലിയ രീതിയിൽ, അതായത് പുറം ലോകം കാണാൻ പറ്റാത്തതുപോലെയാണെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഈ ഒരു ജാമ്യ ഉത്തരവ് പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഞാൻ എന്തായാലും നിങ്ങളെ കിങ്ങിണിക്കുട്ടൻ എന്താ പറയുന്നത് കാണിച്ചു തരാമേ. മോഹൻദാസിന്റെ
പ്രോസിക്യൂഷൻ കാര്യക്ഷമമായില്ല എന്നാണ് ഇപ്പൊ കേൾക്കുന്ന ഒരു ആക്ഷേപം. എന്താണെന്ന് അറിയില്ല, അത് അന്വേഷിച്ച് ഗവൺമെന്റ് നടപടി എടുക്കും. പിന്നെ കറക്റ്റാ, അതാ പറയുന്നത്. ഏതായാലും അത് പരിശോധിക്കുന്നുണ്ട്. ഒരിക്കലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പുകളാണ് ചാർത്തിയത്. കാരണം അങ്ങനത്തെ വർത്താനാണ് പറഞ്ഞപ്പോ സമരം ചെയ്യുന്നവരൊക്കെ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ നാളെ എന്താ പറയുക, എല്ലാ മന്ത്രിമാരെയും ഞങ്ങൾ വെടിവെക്കുന്നു പറഞ്ഞാൽ എവിടെ പോയി അവസാനിക്കുന്നത്? ഇത് വെടിവെക്കലാണോ ജോലി? അപ്പൊ അതിന് ശക്തമായുള്ള നടപടി ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായല്ലോ, അയാൾ നൈസായിട്ട് അങ്ങ് പുറത്തിറങ്ങി പോയല്ലോ. എവിടെയാണ് നമ്മുടെ മുരളീധരൻ സാറേ നിങ്ങൾ പറയുന്ന ഈ ഒരു അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പഴുതടച്ചൊരു അന്വേഷണവും പഴുതടച്ചൊരു കേസുമൊക്കെയാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നതിലുള്ള ഒരു വ്യക്തത എവിടെയാണ്? നിങ്ങൾക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല എന്താണ് അയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസെന്നുള്ളത്. കലാപാഹ്വാനത്തിനാണ് കേസെന്ന് നിങ്ങൾ പറയുമ്പോഴും സ്ത്രീത്വത്തെ അപമാനിച്ചതായിട്ടുള്ളതോ അല്ലെങ്കിൽ അയാളുടെ ഫോണിൽ നിന്ന് തെളിവുകൾ കിട്ടിയിട്ടും അയാളെ ഒരു ദിവസം പോലും നിങ്ങളുടെ സ്റ്റേഷൻ അഴിക്കുള്ളിൽ ഇടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ അതിന് പറയാൻ കാണുള്ളൂ. മോദി ഭരിക്കുന്ന രാജ്യത്ത്, മോദി ഭരിക്കുന്ന കേരളത്തിൽ, അല്ലെങ്കിൽ മോദി പറയുന്നത് പോലെ ഭരിക്കുന്ന കേരളത്തിൽ ആർക്കാണ് മോദി ഭക്തരെ തടയാൻ സാധിക്കുക? ആർക്കാണ് മോദി ഭക്തർക്കെതിരെ സംസാരിക്കാൻ സാധിക്കുക? ഒരാൾക്കും സാധിക്കില്ല, അല്ലേ? വി ഡി സതീശൻ സർക്കാരല്ല, വി ഡി സതീശൻ സവർക്കർ ആണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ കാണാമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അർജുൻ ആയങ്കിയെ ഒരു ചെറിയ കേസായിരുന്ന ഒരു വിഷയത്തിനെ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു സെൻസേഷനിലാക്കിക്കൊണ്ട് ഒരു സൈഡിൽ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം അനുഭവിക്കുന്ന വേദനകളും അവരുന്നയിക്കുന്ന ആരോപണങ്ങളും മറയ്ക്കാൻ വേണ്ടിയിട്ടൊരു മറയാക്കി അർജുൻ ആയങ്കിയെ ചിത്രീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വളരെയധികം വിജയകരമായിട്ട് തന്നെ നടന്നു. അർജുൻ ആയങ്കി എന്ന ചെറിയ വിഷയം അതൊരു വലിയ വിഷയമാക്കി എടുത്തുകൊണ്ട് എല്ലാം മറയ്ക്കാം എന്നുള്ളൊരു തീരുമാനം കൂടിയാണ് അവിടെ നടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ കൂടി എവിടെ കൂടെയൊക്കെയോ പോയി ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ആരും അറിയാത്ത രീതിയിൽ, ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, എല്ലാ ദിവസങ്ങളിലും അർജുൻ ആയങ്കിയുടെ മാത്രം വിഷയം കേരളത്തിലുള്ള പല മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടിയും അലയടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് അർജുൻ ആയങ്കി എന്തൊരു തെണ്ടിത്തരം കാണിക്കുന്ന, പോലീസിനെ വെല്ലുവിളിക്കുന്നു, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ഈ ഒരു UDF മന്ത്രിസഭയെ തന്നെ വെല്ലുവിളിക്കുന്നു. ഇവരെന്താണ് ഇത്ര ഹുങ്ക്? പോലീസ് തിരിച്ച് മറുപടി പറയുന്നു, ആഭ്യന്തരമന്ത്രി തിരിച്ച് മറുപടി പറയുന്നു, പിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വിഷയം, ഒരു പോലീസും കള്ളനും പോലീസും കളി എന്നുള്ളത് പോലെ നടക്കുന്നു. പക്ഷെ അവിടെ ഇവർ മറയ്ക്കാനായിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു മാർഗം, അല്ലെ ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് UDF കണ്ടുപിടിച്ചൊരു മാർഗമായിരുന്നു അർജുൻ ആയങ്കി എന്നുള്ളത് മനസ്സിലായത് ചില ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോഴും അർജുൻ ആയങ്കിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്നാലെയാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാനൊരു വാർത്ത കൂടി കണ്ടു. ഓപ്പറേഷൻ തൂഫാൻ, ലഹരി കടത്ത് സംഘങ്ങളെ പിടിക്കുക, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ പിടിക്കുക, കൈവശം വെക്കുന്നവരെ പിടിക്കുക, ആ ഒരു മാഫിയ സംഘത്തിലുള്ള തലവന്മാരെ പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ രമേശ് ചെന്നിത്തല ഇനോഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അങ്ങനെ ഓപ്പറേഷൻ തൂഫാനിൽ കൂടി നിർഭാഗ്യവശാൽ 4 പേരെ പിടിച്ചു. സജീവ രാഷ്ട്രീയത്തിലുള്ള, ഏത് രാഷ്ട്രീയമാണോ? കമ്മ്യൂണിസം അല്ല, BJP അല്ല, UDF ആണ്. നമ്മുടെ വലതുപക്ഷത്തിലുള്ള മുഖ്യമന്ത്രിയുടെ വലങ്കയും ഇടങ്കയും ഒക്കെ ആയിട്ടുള്ള 4 പേരെയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. മുഖ്യമന്ത്രിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാളെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ്, ന്യൂസ് ചാനലുകളുടെ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി സംഘം ഇരിക്കുന്നത്. നിങ്ങളൊരു വാർത്തയും കാണിച്ചു തരാം. ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ വാർത്ത ഫേസ്ബുക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഷഫീഖ് താമരശ്ശേരി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഷഫീഖ്, ഇന്നലെ രാത്രി ന്യൂസ് ബ്ലാസ്റ്റിലൂടെയും നമ്മൾ ഈ വിഷയം ഗൗരവത്തിൽ തന്നെ എടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ ഒരു കാർഡ് ഞാനും ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ല, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്, അത് ഇന്ത്യയിൽ കാണാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മെറ്റയുടെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? കണ്ടില്ലേ, ആ കാർഡിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ലഹരി കേസിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. പക്ഷേ ആ പോസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തു. ഇത് റിപ്പോർട്ടർ ചാനലിന്റെ മാത്രം വിഷയമല്ല. കൈരളി ആയിക്കോട്ടെ, മറ്റ് ദേശാഭിമാനി ആയിക്കോട്ടെ, മീഡിയ വൺ ആയിക്കോട്ടെ, മറ്റേതൊരു മുഖ്യധാരാ മാധ്യമങ്ങളുടെ പോസ്റ്റുകൾ എടുത്ത് നോക്കിയാലും അതെല്ലാം നമ്മുടെ UDF സർക്കാർ മെറ്റയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിൽ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നൊരു വീഡിയോ ഇല്ലേ, മുഖ്യമന്ത്രിയുടെ തോളത്തല്ലേ പുറത്തേക്ക് ഇങ്ങനെ കൈവച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആനയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചുകൊണ്ട് നടന്നു പോകുന്നൊരു സ്വീകർത്താവ്, അയാളാണ് ഈ MDMA കേസിൽ അകത്തായ ഒരാൾ കേട്ടോ.
അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ചുമന്നുകൊണ്ട് നടക്കുന്ന, ഇങ്ങനെയുള്ള ഭ്രഷ്ടം താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണോ UDF എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ വിചിത്രമായിട്ടുള്ളൊരു വിമർശനവുമായിട്ടല്ല, വിചിത്രമായിട്ടുള്ളൊരു പരാമർശവുമായിട്ട് മന്ത്രി OJ ജനീഷ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന് MDMA പിടിച്ച സംഭവം കണ്ണികളല്ല വിതരണക്കാരാണ് പ്രശ്നം. ന്യായീകരണവുമായി മന്ത്രി OJ ജനീഷ്. അതായത് കണ്ണികളുടെ പ്രശ്നമല്ല കേട്ടോ, ശരിക്കും അത് ഉപയോഗിച്ചവരുടെ പ്രശ്നമല്ല, ഇത് വിൽക്കുന്ന ആളുകളാണ് പ്രശ്നം. അതായത് ഇതിൻ്റെ ഈ കൈവശം വെക്കുന്ന അല്ലെ ഇതിൻ്റെ വിതരണക്കാരുണ്ടല്ലോ, അവരാണ് പ്രശ്നം. ഉപയോഗിച്ചാലൊന്നും ഒരു പ്രശ്നമില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റ് പല ആളുകളെയും കേസിൽ പെടുത്തി പിടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചവരെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ OJ ജനീഷ് സാറേ നാളെ മുതൽ MDMA അടിച്ച് റോഡിൽ കൂടി നടന്ന് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾക്കിത് തന്ന ആളുടെ കുഴപ്പമാണ്, അയാളെ നിങ്ങൾ പറഞ്ഞ് നേരെയാക്കും, അല്ലെ അയാളെ നിങ്ങൾ ഞങ്ങളുടെ പക്കലേക്ക് വിടും, ഞങ്ങൾ അയാളെ നിർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിട്ടെല്ലാം പഠിപ്പിച്ച് തിരികെ വിടാം, അല്ല അയാളെ നല്ലൊരു മനുഷ്യനാക്കി തിരികെ വിടാം, അങ്ങനെ നിങ്ങൾ പറയുമോ? എവിടെ പറയാനാണല്ലേ? ഒരിക്കലും നിങ്ങൾ പറയില്ല എന്നൊരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടെന്നേ. കാരണം നിങ്ങൾ ഇന്ന് ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ പിടിച്ചതുകൊണ്ടും അവരെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുമാണ്. ആര് തോന്നിവാസം ചെയ്താലും, ആര് തന്തയ്ക്ക് പിറക്കാഴിക ചെയ്താലും അത് തന്തയ്ക്ക് പിറക്കാഴിക തന്നെയാണെന്ന് തുറന്നു പറയാനുള്ളൊരു ധൈര്യം വേണമെന്നേ. ആ ധൈര്യമില്ലെങ്കിൽ മൂക്കിന് താഴെ ഇങ്ങനെ മീശയും വെച്ചുകൊണ്ട് ആണാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. നടന്നോ കുഴപ്പമില്ല, ആണാണെന്ന് പറയാൻ പാടില്ല. ഇത്രയും നാണം കെട്ട ഒരു ഭരണപക്ഷം.